ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിലും ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ്. കാരണം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എടുത്തു പറഞ്ഞ വാക്കുകളിൽ നിന്നും ഇന്ത്യയുടെ സ്ഥാനം ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ എവിടെയാണ് എന്നത് എടുത്തു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 10 മടങ്ങ് വർദ്ധിച്ചതായിട്ട് സൂചിപ്പിക്കുന്നത്. വരുന്ന അടുത്ത 5 വർഷം 6 മുതൽ 8% വളർച്ച നേടുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും. മിതമായ പണപ്പെരുപ്പവും ശക്തമായ സാമ്പത്തിക അടിത്തറയും ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന് കരുത്തുറ്റതാകും. അടുത്ത 5 വർഷം യഥാർത്ഥ വളർച്ചാ നിരക്ക് 6 മുതൽ 8%, അതുപോലെ തന്നെ നോമിനൽ വളർച്ചാ നിരക്ക് 10 മുതൽ 13%. സർക്കാർ അനുമതികൾ വേഗത്തിലാക്കിയത് വികസനത്തിന് വേഗത കൂട്ടി. ടെലികോം ടവർ സ്ഥാപിക്കാനുള്ള ശരാശരി സമയമെന്ന് പറയുന്നത് 270 ദിവസത്തിൽ നിന്ന് അത് വെറും 7 ദിവസത്തേക്ക് എത്തി നിൽക്കുന്നു. അത് 7 ദിവസമായി കുറഞ്ഞു. 89% അത് അനുമതികളും ഇപ്പോൾ കാലതാമസമില്ലാതെ തന്നെ ലഭ്യമാകുന്നുണ്ട്. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലെ പ്രവർത്തനങ്ങളും ഒരേ ദിശയിലാണ് എന്ന് ഉറപ്പാക്കേണ്ട ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിവർഷ വരുമാനം 2047 കൂടി തന്നെ 5 മടങ്ങെങ്കിലും വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. GST നടപ്പിലാക്കിയതിനും തൊഴിൽ നിയമനങ്ങളിലെ പരിഷ്കരണവും ഇതിന് സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്ലോബൽ ഫിനാൻസ്, അതുപോലെ ടെക്നോളജി, ഊർജം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ആഗോള പ്രതിനിധികളെ അവിടെ സാക്ഷിയാക്കിയായിരുന്നു അദ്ദേഹം ഈ ചർച്ചകൾ നടത്തിയത്. ആഗോള സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വത്തിലൂടെ തന്നെ കടന്നു പോകുമ്പോഴും ഇന്ത്യ ആ ഒരു സുസ്ഥിരതയുടെയും അവസരങ്ങളുടെയും ഒക്കെ തന്നെ വിപണിയായി തന്നെ നിലകൊള്ളുന്നു എന്നതായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ. ഇന്ത്യ യഥാർത്ഥ വളർച്ച 6 മുതൽ 8% വരെയും നാമമാത്ര വളർച്ച 10 മുതൽ 13% വരെയും തുടരും. ഇതിന് മിതമായ പണപ്പെരുപ്പവും ശക്തമായ വളർച്ചയും പിന്തുണയും നൽകും. ടെലികോം ടവർ അനുമതി ലഭിക്കുന്നതിന്റെ ശരാശരി സമയം 270 ദിവസത്തിൽ നിന്ന് 7 ദിവസമായി കുറഞ്ഞുവെന്നും 89% അനുമതികളും 0 ദിവസത്തിനുള്ളിൽ തന്നെ അത് എല്ലാം തന്നെ അവിടെ പ്രവർത്തനമാക്കി തന്നെ നൽകുന്നു എന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ മറ്റു ചിലതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.